ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചെറിയ കേക്ക് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു വ്ളോഗായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ കുറേ ഓർഡറുകളൊക്കെ ഉള്ള ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. കുറച്ച് മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡെക്കറേഷൻസും ഫോണ്ടൻ ഡെക്കറേഷൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഓരോ കേക്കുകളായിട്ട് ഇവിടെ ബേക്കാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കുറച്ച് ഓവനിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്ന് ബേക്കായി വന്നതിൻ്റെ ശേഷം അത് എടുത്തിട്ട് താഴോട്ട് വെക്കും. പിന്നെ ആ ഗ്യാപ്പിലേക്ക് അടുത്ത ടിന്നെടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ താന്നു പോകുമെന്നൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട്. ഒരിക്കലും താന്നു പോകില്ല, നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കേട്ടോ. ചിലവർ താന്നു പോകുമെന്ന് പറയുന്നുണ്ട്, അവർക്ക് പോയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. പക്ഷേ അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും കറക്റ്റ് റെസിപ്പി ചെയ്യുകയാണെങ്കിൽ താഴ്ന്നു പോകില്ല കേട്ടോ. പിന്നെ ബേക്കിംഗ് അവിടെ നടക്കുന്നുണ്ട്. പിന്നെ രാത്രിയാണ് കേട്ടോ ഈ ഒരു വർക്കെല്ലാം ചെയ്യണത്. അപ്പോൾ നമുക്ക് കുറേ ഫോണ്ടൻ ഡെക്കറേഷൻസാണ് ഈ കേക്കുകളിലെല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിലും ഫോണ്ടൻ ഡെക്കറേഷൻസ് ഉണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ റെഡി ആവണത് വെച്ചിട്ട് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ടും വെക്കുന്നുണ്ട്. അപ്പോൾ ഓവണിനകത്ത് വെച്ചിട്ട് എങ്ങനെ ഡ്രൈ ആക്കാമെന്നൊക്കെ ഞാൻ മുന്നേ ഒരുവിധം വ്ളോഗിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഡ്രൈ ആക്കി എടുക്കുന്ന മെത്തേഡ്. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് ഓവൺ ചൂടാക്കുക. എന്താ പറയുക, ഒരു വെയിലിൻ്റെ എല്ലാം ചൂടേ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് ഈ ഫിഗറിന് അതിനുള്ളിൽ വെച്ച് കൊടുക്കുക. അങ്ങനെ ചൂടാറിയതിൻ്റെ ശേഷം എയർ ടൈറ്റ് ആയിട്ട് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇതാ കേക്ക് ബേക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. തലേ ദിവസം രാത്രി ബേക്കിംഗ് ചെയ്ത് വെക്കണുള്ളൂ, ഐസിങ് ഒന്നും ചെയ്യണില്ല കേട്ടോ. പിറ്റേ ദിവസം ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഓരോ കേക്കുകളായിട്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ ടോൾ കേക്കും ടയർ കേക്കും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഫോണ്ടൻ ഡെക്കറേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഫൈനൽ കോട്ടിങ് ക്രം കോട്ടിങ്ങും ഫൈനൽ കോട്ടിങ്ങും എല്ലാം ചെയ്യണത്. അപ്പോൾ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അന്നത്തെ ദിവസം ഉറക്കമൊക്കെ കുറച്ച് ടൈമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നേരത്തെ തന്നെ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അന്ന് കൊടുക്കാനുള്ളത് ഇത്രയും കേക്കുകളാണ്. അപ്പോൾ ഓരോന്നായിട്ട് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രീസറിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രീസറിൽ ഒരുപാട് ടൈമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത് ഒന്ന് ക്രം കോട്ടിങ് ചെയ്തതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രീസറിൽ വെക്കുന്നത്. എന്നിട്ട് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുറത്തെടുത്തിട്ട് ഫൈനൽ കോട്ടിങ്ങും ചെയ്യും. പിന്നെ അതിൻ്റെ ശേഷം താഴെ തന്നെയാണ് കേക്ക് വെക്കുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ ഫുള്ളായിട്ട് ഫ്രീസറിലല്ല കേക്ക് വെക്കേണ്ടത്. അപ്പോൾ ചിലവരൊക്കെ ഡൗട്ട് ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേക്ക് 1 kg ടോൾ കേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് വൈറ്റ് ഷെയ്ഡിലും പിന്നെ പിങ്ക്, ലൈറ്റ് പിങ്ക്, പിന്നെ ഡാർക്ക് പിങ്ക്, അങ്ങനെ 3 കളറിലായിട്ടാണ് ഈ ഒരു കേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നോസിൽ വന്നിട്ടുള്ളത് റോസ് ഫ്ലവർ എല്ലാം ചെയ്യണ, റോസ് പെറ്റൽ ചെയ്യണ നോസിലാണ് കേട്ടോ ഈ ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് ചെയ്യണത്. അപ്പോൾ ഈ ഡിസൈൻ ചെയ്യണ സമയത്ത് ഫസ്റ്റ് നമ്മളൊന്ന് ഫൈനൽ കോട്ടിങ്, ജസ്റ്റ് ഒരു ഫൈനൽ കോട്ടിങ് തിന്നായിട്ടുള്ളത് കൊടുത്തതിന് ശേഷം വേണം ഈ ഒരു ഡെക്കറേഷൻ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഒരു ഡെക്കറേഷൻ വന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഫോണ്ടൻ്റ് ഉണ്ട്, അത് കുറച്ച് കഴിഞ്ഞിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 2 ടയർ കേക്കാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ താഴത്തെ കേക്കാണിത്. അപ്പോൾ ഇതൊരു റെയിൻബോൻ്റെ ഏകദേശം ഡിസൈനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫോണ്ടൻ ഡെക്കറേഷൻ എല്ലാം ഒരു റെയിൻബോ വന്നിട്ടുള്ളതാണ്. അപ്പോൾ കേക്ക് അതുപോലെ തന്നെ റെയിൻബോ പോലെ കളേഴ്സ് മിക്സ്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ താഴെ ഭാഗത്തായിട്ട് ലിലാക്കും അതിൻ്റെ മുകളിലായിട്ട് സ്കൈ ബ്ലൂ, അതായത് റേഡിയൻ ബ്ലൂ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഗ്രീന്, യെല്ലോ, ഇതെല്ലാം കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ലൈറ്റ് ഷെയ്ഡാണ്. ഡാർക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ കളർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് സ്ക്രാപ്പർ വെച്ചിട്ട്, ഈ ഒരു സ്ക്രാപ്പറാണ് ഈ ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കേക്ക് ചെയ്യണ സമയത്ത് ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുമ്പം റീലാണെങ്കിലൊക്കെ ചോദിക്കും ഏതാ സ്ക്രാപ്പർ യൂസ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ കിട്ടാൻ നമ്മൾ ഈ ഒരു സ്ക്രാപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനും ഓരോ സ്ക്രാപ്പറാണ്. അപ്പോൾ ഇത് സെറ്റായിട്ടുള്ളതാണ് കേട്ടോ, വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ സെറ്റായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ പല ഷേപ്പായിട്ടുള്ളതും നമുക്ക് കിട്ടും. അപ്പോൾ പിന്നെ ഓൺലൈനായിട്ടും ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ഷോപ്പിലെല്ലാം കിട്ടുന്നുണ്ട്. ഷോപ്പിലൊക്കെ ആകുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് വാങ്ങിക്കാം. ഓൺലൈനായിട്ടാകുമ്പോൾ സെറ്റ് തന്നെ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഡിസൈൻസ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും കേട്ടോ. അപ്പോൾ എപ്പോഴും ഒരേ ഡിസൈൻ തന്നെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനും അതൊരു ഇഷ്ടക്കുറവായിരിക്കും. പിന്നെ പുതിയ ഡെക്കറേഷൻസ് ആണല്ലോ എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുക. അപ്പോൾ മാക്സിമം നമ്മൾ നല്ല നല്ല ഡെക്കറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പുതിയ ഡെക്കറേഷൻസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ചെറുതായിട്ടൊരു ഹോളുണ്ടായിരുന്നു, അത് വീണ്ടും സ്ക്രാപ്പർ വെച്ചിട്ട് തന്നെ റൊട്ടേറ്റ് ചെയ്തപ്പോൾ ആ ഹോൾ പോയിട്ടുണ്ട് കേട്ടോ.
പിന്നെ ആ കേക്കിൻ്റെ മുകളിലേക്കുള്ള കേക്കാണ് ഇത് ലൈറ്റ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് 5 ഇഞ്ചിലാണ് ചെയ്തിട്ടുള്ളത്, താഴെയുള്ളത് 8 ഇഞ്ചിലുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു 1 kgയിലുള്ള നോർമൽ ഒരു ഡിസൈൻ വന്നിട്ടുള്ള കേക്കാണിത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ കോട്ട് ചെയ്തു. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആ കേക്ക് ചെയ്യുന്ന സമയത്ത് ബാക്കി വന്നിട്ടുള്ള ക്രീമൊക്കെ വെച്ചിട്ടൊക്കെ റെഡിയാക്കിയിട്ടുള്ള. അപ്പോൾ ലൈറ്റ് പിങ്കാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നെടുത്തിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിയുന്നതും നമ്മൾ കളറെല്ലാം മിക്സ് ചെയ്ത ക്രീമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്ത് തീർക്കുക. ഓരോ ഡെക്കറേഷൻസൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് തീർക്കുക കേട്ടോ. കുറേ നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു സ്മെല്ല് വന്നിട്ട് കേട് വന്ന് പോകും. പിന്നെ നമ്മൾ അറിയില്ല കേട് വന്നിക്കണമെന്നുള്ളത്. ആ സ്മെല്ല് ആണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പോൾ കഴിയുന്നതും എന്താ പറയുക, നമ്മൾ ക്രീമൊക്കെ പെട്ടെന്ന് എടുത്തിട്ട് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വരുന്ന ഡെക്കറേഷനൊക്കെ വരുന്ന ഓർഡറിനൊക്കെ കഴിയുന്നതും നമ്മളെടുത്തുള്ള ആ ഒരു ക്രീമൊക്കെ വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്താൽ മതി. പക്ഷെ അത് കസ്റ്റമൈസ്ഡ് കേക്ക് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. അപ്പോൾ ഇതിൽ റോസ് ഫ്ലവറാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. സിമ്പിൾ ഡെക്കറേഷനാണ്. അപ്പോൾ ഈ ഒരു നോസിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള കേക്കിൻ്റെ ഡെക്കറേഷനും വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഒരു 2-3 ഫ്ലവേഴ്സാണ് ഇതിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനിടയ്ക്കായിട്ട് തന്നെ ലീഫും കൂടി വെച്ച് കൊടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഇനി ഇതിന്മേൽ പേര് കൂടി വെച്ച് കൊടുക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന കേക്ക് ഡെലിവറി ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 10 മണിക്കാണ് ഡെലിവറി ടൈം വന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കുറച്ച് അധികം ബോൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗോൾഡൻ കളറിലും ചെറിയ ബോൾസും പിന്നെ മിക്സ്ഡ് ബോൾസും ആയിട്ടാണ് കൊടുത്തിട്ടുള്ള സൈസിലുള്ള. പിന്നെ ടെഡി ബിയർ കൊടുത്തിട്ടുണ്ട്, ടോപ്പറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ അതിനെ ബോക്സിലാക്കിയിട്ടുണ്ട്, ഡെലിവറിക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു കേക്ക് വന്നിട്ടുള്ള സ്റ്റാക്കിങ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഫിഗർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് എന്താ പറയുക ഫോണ്ടൻ ഡെക്കറേഷൻസും കൂടി വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ റെയിൻബോയും എല്ലാം നമ്മൾ തലേദിവസം ചെയ്തിട്ടുള്ളതാണ്. നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫോണ്ടൻറ്റ് എല്ലാം കേക്കിൽ വെച്ച് കൊടുക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുക്കണം. പിന്നെ ആ കേക്കിൻ്റെ കൂടെ തന്നെ കൊടുക്കാനുള്ള ഒരു 2 ടയർ കേക്കാണിത്. അപ്പോൾ ഇതിൽ കാത്തു തീമിലാണ് കേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു ജംഗിൾ തീമാക്കി എടുക്കുകയാണ്. ലൈറ്റ് യെല്ലോ ഷെയ്ഡ് വെച്ചിട്ട് ഐസിങ് ചെയ്തിട്ടുണ്ട്. ഫൈനൽ കോട്ടിങ് കൊടുത്തു. പിന്നെ അതിൻ്റെ ശേഷം ഗ്രീൻ കളറിൽ നോസിൽ ചെറിയ ഹോള് കൊടുത്തിട്ടുള്ള ഡെക്കറേഷനാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് മുകളിലേക്ക് വലിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ ഇതിലേക്ക് ഫുൾ ഫോണ്ടൻ്റെ എല്ലാ ഫോട്ടോ പ്രിൻറ്റും കുറച്ച് ഫോണ്ടൻ ഡെക്കറേഷനുമാണ് ആ ഒരു കേക്കിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ചെയ്ത കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഫോണ്ടൻ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ എപ്പോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ക്രാപ്പർ സ്റ്റോപ്പ് ചെയ്യണ ഭാഗം ഉണ്ടല്ലോ ഫിനിഷിങ് ചെയ്യുന്ന സമയത്ത്, അത് ഈ സ്റ്റാക്കിങ്ങിൽ എനിക്കിപ്പോൾ കുറച്ചായിട്ട് വന്നിട്ടുള്ള മിസ്റ്റേക്കാട്ടോ. എപ്പോഴും നമ്മൾ സ്റ്റാക്ക് ചെയ്യുമ്പോഴും ആ ഒരു ലൈന് ഫ്രണ്ടിൽ വരും. എപ്പോഴാണെങ്കിലും ആ ഫ്രണ്ട് ഭാഗത്തായിട്ടായിരിക്കും വരിക കേട്ടോ. അതിനിപ്പോൾ ബാക്കിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ലാസ്റ്റ് ലുക്കിൽ വന്നിട്ടുണ്ടാവും, അത് ഫ്രണ്ടിൽ വന്ന് കിടക്കുന്നുണ്ടാവും. പിന്നെ കാത്തു തീമിലാണെന്നുണ്ടെങ്കിൽ ഫയർ കേക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ ഫോട്ടോ പ്രിൻറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ചെയ്ത 1 kg കേക്കിൽ നെയിം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഓരോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ കാത്തു തീമിലാണെങ്കിൽ നെയിം നമ്മൾ ഹൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഫയർ ഇങ്ങനെ കത്തിയിട്ട് തീരും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വന്നിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അതുപോലെ തന്നെ സിമ്പിൾ ഡെക്കറേഷനും എല്ലാം ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്